എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിവേക് വൈശാഖ്. ഗെയ്സ്, നമ്മൾ ഇപ്പോൾ ബുന്ദറിലായിട്ടുള്ളത്. അതായത് കാസർഗോഡ് നിന്നും മനാലിയിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ മാറി 35 കിലോമീറ്റർ മുന്നേ ഉള്ളൊരു സ്ഥലത്താണ്. ബുന്ദർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇവിടെ വരെ ബസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് 10 മണിക്ക് ശേഷം ബസ്സില്ല. ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു 9:30 ആയി. അയ്യോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. അതിന് കൈയൊക്കെ വറക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വിഷയമുണ്ടാവില്ലല്ലോ. അയ്യോ, ഞങ്ങൾ ഇന്നലെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. രാത്രി ഞങ്ങൾ ആദ്യം താഴെയായിരുന്നു ടെൻ്റ് അടിച്ചത്. കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഞങ്ങളവിടെ താഴെ ഒരു ചായക്കട ഉണ്ട്. അവരോട് സംസാരിച്ചിട്ട് അവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലേക്ക് വന്നിട്ടാണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത്. എൻ്റെ ഇവിടുന്ന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടെന്നത്. 4 സൈഡും ബിൽഡിംഗ് ആയിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ സമയം 7 മണിയായിട്ടോ. അവിടെ നല്ല കിട്ടിലും വ്യൂ ഉണ്ട്. ഒരു റെഡിഷ് വെളിച്ചം വന്നിട്ട് നല്ല രസമുണ്ട് കാണാൻ. കാണിച്ചു തരാം. ഇതാണ് അവിടുത്തെ വ്യൂ. പക്ഷെ നേരിട്ടാണ് ഇതിനൊക്കെ അടിപൊളി കേട്ടോ. അയ്യോ, കൊള്ളാം. 7 മണി മുതൽ കാസർഗോഡിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എണീറ്റിട്ട് നേരെ കാസർഗോഡ് പോകാൻ പോവാണ്. നല്ല അൺപിടിച്ച് നല്ല അൺപിട്ട് കേട്ടോ. ഓക്കെ ഗേസ്, അങ്ങനെ നമ്മൾ ഇന്നലെ 2:45 ചണ്ഡീഗഡിൽ നിന്ന് ബസ് കയറിയിട്ട് നമ്മൾ ബുന്ദറിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതായത് കാസർഗോഡിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നില്ല. രാത്രിയാണ് ബസ്. അപ്പോൾ നമ്മൾ രാവിലെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെച്ചു എന്തായാലും ബസ് കയറാൻ വെച്ചിട്ട് നേരെ, അതായത് മനാലി ബസ്സിന് കയറിയിട്ട് ബുന്ദറിൽ നിന്ന് സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ രാത്രി 9:45 കേസ് എത്തിയത്. പിന്നെ ഇവിടുന്ന് കാസർഗോഡിലേക്ക് ബസ്സില്ല. ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ കാസർഗോഡിലേക്ക് ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടിരിക്കുകയായിരുന്നു. കാരണം നല്ല തണുപ്പായിരുന്നു. നേരെ വന്ന് ഇവിടെ ആൾക്കാരോട് പെർമിഷൻ ചോദിച്ചു. ഇവിടെ ടെൻ്റ് അടിച്ചു. ഈ സ്പോട്ടിൽ ഇവിടെ ടെൻ്റ് അടിച്ച് കടന്നതിന് ശേഷം പിന്നെയാണ് ടെസ്റ്റ് സംഭവിച്ചേട്ടാ. അത് ഞാൻ പറഞ്ഞു തരാം എന്താണ്. ഇവിടെ വന്ന് കടന്നതിന് ശേഷം എന്താ സംഭവിച്ചു വെച്ചാൽ, നമ്മൾ ടെൻ്റ് അടിച്ചു. ആൾക്കാർ പറഞ്ഞു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ വരുന്ന കഴിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അവിടെ പട്ടിയുടെ പ്രശ്നമാണ്, ടെൻ്റ് അടിക്കാൻ പറ്റില്ല, റൂം എടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം റൂം എടുക്കാൻ ഞങ്ങൾക്ക് എന്തായാലും പറ്റില്ല. കാരണം ഒരു രാത്രിക്ക് 1000 രൂപ ഒക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് നടപടിയാവില്ല. ഇവർ വന്ന് ടെൻ്റ് അടിച്ചു, എല്ലാം റെഡി ആക്കി. ഞങ്ങൾ അതിൻ്റെ അകത്തും കയറി. അപ്പോഴേക്കും ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോയി കേട്ടോ. ഇവിടെ ഭയങ്കര ആൾക്കാരൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ കുറച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. കാരണം ഞങ്ങൾ ഇന്നലെ വേഗം ടെൻറ്റിൻ്റെ അകത്ത് കയറുകൊണ്ട് കുറച്ച് സംസാരിച്ച് ഇരുന്നപ്പോഴേക്കും ഒരു 4-5 പട്ടികൾ വന്നു ടെൻറ്റിൻ്റെ ചുറ്റി നിന്ന്. എന്താ ചെയ്യാന്ന്, അതായത് സ്മെല്ല് ചെയ്തോണ്ട്. അതായത് ഇവിടുത്തെ പട്ടികൾ മറ്റേ ഹിമാലയത്തിലെ ഡോഗ്സ് പോലെയല്ല, ഇവിടെ നോർമൽ സ്ട്രീറ്റ് ഡോഗ്സ്. അതായത് നമ്മുടെ നാട്ടിലുള്ള അതേ തെരുവ് നായകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 2 കുഴപ്പമില്ല, പക്ഷെ 2-3 പ്രശ്നമാണ്. ഇവന്മാർ വന്ന് ചുറ്റി നിൽക്കുന്നു, സ്മെല്ല് ചെയ്ത് നോക്കുന്നു. കാരണം ഞങ്ങൾക്ക് ടെൻറ്റിനകത്താണ്ട് ഇറങ്ങി ഓടാൻ പറ്റില്ല. ടെൻറ്റാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പാട് വെട്ടി വെച്ചു. ഞങ്ങളത് പറയുന്നില്ല. അതായത് അയ്യാ, അതായത് ഇവര് പോകുന്നില്ല. അതായത് പക്ഷെ ഞങ്ങൾ ഉള്ള കാര്യം ഇവന്മാർക്ക് മനസ്സിലായില്ല. പിന്നെ 2 കൽപ്പിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. എന്നിട്ട് പുറത്തിറങ്ങി ഡോഗിനെ ഓടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി ഒരു ചായ കുടിച്ച് തിരിച്ചു വന്നു. എന്ത് ചെയ്യുന്ന വെച്ച് തിരിച്ചു വന്നു. കല്ലുണ്ടല്ലേ, എന്നിട്ട് ഞങ്ങൾ കയ്യിൽ കല്ലൊക്കെ കുടിച്ചിട്ടാണ് അവിടെ പോയി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് ടെൻറ്റ് അടക്കി. അവിടെ പോയി ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഒരു ദീദിയും ഒരു വലിയ ബാബയും ഉണ്ടായിരുന്നു. അവിടെ പോയി ചോദിച്ചിട്ട് അവരുടെ ഹോട്ടലിൻ്റെ ഏറ്റവും ടോപ്പിൽ ടെറസുമ്മ, അതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. ടെറസുമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വിഷ്വൽ ഇതാണ് കേട്ടോ. ടെറസിലാണ് ഞങ്ങൾ ടെൻ്റ് അടിച്ചത്. എന്തൊരു മനസ്സമാധാനത്തോടെ കിടന്നു അവർക്ക്. നല്ലതാണ് പോയിരുന്നു. പെട്ടെന്ന് കയറി കിടന്നു. അയാൾക്ക് ചുമയുണ്ട്, ശ്വാസം മുട്ടുണ്ട്. രാത്രി നമുക്ക് ചുമ കൂടും കേട്ടോ. ഇപ്പോൾ ചുമ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കഫമുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഗുളികയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചുമയുടെ കാര്യത്തൊക്കെ വെച്ചിട്ട്. അങ്ങനെ അവന്മാർ 2 പ്രശ്നമില്ല, ഒരു വൈറ്റും ബ്ലാക്കും. പക്ഷെ പ്രശ്നമുള്ള കുറച്ച് ഭീകരന്മാരുണ്ട്. അവന്മാരെ കാണുന്നില്ല. അങ്ങനെ ഇതിനെ കുറച്ച് സീനായിരുന്നു കേട്ടോ. ഇതൊരു എന്തോ പ്രൈവറ്റ് പാർക്കിംഗ് അവരുടെ എന്താണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ബസ്സൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ബസ് ഒരുപാട് ഈ റൂട്ടിലുണ്ട്. മനാലി ഡൽഹി, മനാലി ആഗ്ര, മനാലി ചണ്ഡീഗഡ് കുറേ ഉണ്ട് കേട്ടോ. എന്തായാലും ഇന്നലെ ഒരു നൈറ്റ് മുടിഞ്ഞൊരു സമയമായിരുന്നു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. കുറച്ച് വള്ളിയായി. ഇവന്മാർ 2 ഭയങ്കര കൂളായിരുന്നു കേട്ടോ. ഭയങ്കര സൂപ്പർ കൂളായിരുന്നു. ഇവന്മാരെ ഓടിച്ചൊന്നുമില്ല. ഇവന്മാർ ഞങ്ങൾ ഫസ്റ്റ് കണ്ടായിരുന്നു. പിന്നെയാണ് എല്ലാം. മച്ചാൻ എത്രത്തോളം പറഞ്ഞു? ഞാൻ ലൈറ്റായിട്ടാണ് പറഞ്ഞു തരുള്ളത്. അല്ല കുഴപ്പമില്ല.
ഇത് കാണുന്നവർക്ക് വല്ലതും അറിയോ? നമ്മൾ അഡ്വഞ്ചർ അഡ്വഞ്ചർ ദൈവം സീല്ല കേട്ടോ. ഇവര് സീല്ല, അവന് സീല്ല. ടെന്റില് വന്ന് മൂത്ര വെച്ചേക്കണ് ഈ കളപ്പട്ടി. ഞാൻ ലാസ്റ്റ് ഞങ്ങള് തണുപ്പത്തെ ഗ്ലൗസ് ഒരു വെള്ളം എടുത്ത് തണുത്തുള്ളത് അത് കഴുകിയിട്ടൊക്കെയാണ് അവിടെ ടെന്റ് അടിച്ച്. പക്ഷെ കുഴപ്പമില്ല, അവർക്കൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ജാക്കറ്റ് കയ്യിലില്ല. ജാക്കറ്റ് മേടിക്കണം. ഒരു ജാക്കറ്റ് കയ്യിലിരിപ്പുണ്ടോ? ഞങ്ങൾ ഇട്ടിട്ടില്ല ഇതുവരെ. നോക്കാം എന്തായാലും. ഞങ്ങൾ ഇവിടെ നിന്നാലും സൈഡാവട്ടെ. ഇവിടെ 7 മണിയിൽ കാസർഗോഡിന് ബസ് ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ 7 മണിക്ക് ബസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഗ്യാപ്പിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടുന്ന് കാസർഗോഡിൽ എന്തായാലും ബസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു 50-60 രൂപ വഴിയിലൊക്കെയാണ് നമ്മൾ നോക്കി പോകേണ്ടത്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങണം. ഫസ്റ്റ് ചായ എടുക്കണം ഗൈസ്, ബോഡി ഒന്ന് ഹീറ്റ് ആക്കണം, എന്നിട്ട് ഇവിടുന്ന് സ്കൂട്ടാണ്. അപ്പോൾ ഗൈസ് കൈയൊക്കെ ഭയങ്കര തണുപ്പായിട്ട് ഇതൊക്കെ കൊണ്ടിട്ടു. എന്നിട്ടും തണുപ്പുണ്ട്. ഇതെൻ്റെ കയ്യിലുള്ള ഗ്ലൗസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ്റെ കൂടെ ഉത്തരാണ്ട് കയറിയപ്പോൾ നമ്മൾ മേടിച്ചേട്ടാ. ചേട്ടൻ മേടിച്ചെന്നാണ്. ഇതിപ്പോഴും ഉണ്ട് കേട്ടാ. നല്ലതായിരുന്നു. ഞങ്ങൾ ശ്രീക്ക് 2 ലെയർ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് ഡൽഹിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ പഴയതുകൊണ്ടുകൊണ്ട് മേടിച്ചില്ല. നമ്മളിവിടെ തീയുടെ ഇട്ടാലോ അതിങ്ങനെ ആലോചിക്കുന്നതാണ്. ചെറുതായിട്ട് കൈയൊന്ന് ഹീറ്റാണ്. കൈ കട്ട പോലെ പോ പിടിക്കാൻ ഇവിടെ പറ്റില്ല. വെച്ചാ ഈ ചുള്ളി കമ്പൗണ്ട് ഇതാക്കിയ പോരെ? അല്ല ഇത് ഈ ചുള്ളി ഫൈനലി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും അങ്ങനെ ഞങ്ങളെ രണ്ടുപേരുടെയും പരിശ്രമത്തിനൊടുവിൽ നമ്മൾ എത്തിയിട്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഒരാള് നമ്മളൊരു ബയ്യ ഇവിടെ വന്നിട്ടാ. ബയ്യല്ല ബയ്യാട്ടാ, ചേട്ടാണ്. തണുത്തിട്ട് നമുക്ക് പൈസ വയ്ക്കാം വെച്ചിട്ട്. ഇവിടെ വിറകിന് ഒരു ശാമത കേട്ടോ. ചെറിയ കുഞ്ഞു ചുള്ളിക്കമ്പോഴത്തെ വിറകള് അതിവിടെ ഒത്തുണ്ട്. അയ്യോ, ഒന്നും ബോഡിയൊക്കെ ഒന്ന് ഹീറ്റാക്കിയിട്ട് ഒരു നല്ല ഫ്രഷ് ചായ കുടിക്കുന്ന പോലെയാ. കേരള ചായ ഫീൽ കിട്ടൂല. കൈയൊക്കെ ഒന്ന് ചൂടായി. ഷൂ ഒക്കെ നമ്മള് ഷൂ ഒക്കെ കത്തിക്കാൻ പോവാണ്. ഷൂ കത്തിയാ പിന്നെ അരക്കുള്ളത് വലിയ. ഓക്കെ, ഫോണിൽ ചാർജ് ഇല്ല. ബൈ എപ്പോഴെങ്കിലൊക്കെ ഇവിടെ വെച്ച് കാണാം. എന്താ ഡിസൈനിങ് ഒക്കെ നൈസാണ് കേട്ടോ. മൊത്തത്തിൽ രസമുണ്ട്, കാണുമ്പോൾ രസമുണ്ട്. ഒരു രാജസ്ഥാൻ ലോറികളുടെ വൈബ്. പക്ഷെ ഒരു ചന്ദനത്തിലൂടെ ചെയ്ത് നൈസാണല്ലേ. ഗൈസ് നമ്മളങ്ങനെ കാസർഗോഡിലെത്തിയിരിക്കുകയാണ്. സമയം ഒരു 11:30 കാണാം. ഇവിടുന്ന് നോക്കിയാൽ മലകളൊക്കെ കാണാം, മഞ്ഞുമലകളൊക്കെ കാണാം. ഞങ്ങൾ വന്നിറങ്ങി കുറച്ച് ഇവിടെ സമൂസയ്ക്ക് വില വെച്ചു വന്നിറങ്ങുന്നത് തന്നെ. അപ്പൊ 50 രൂപ ഗൈസ്, ചെറിയ സമൂസയ്ക്ക്. അവിടെ 10 രൂപയ്ക്ക് ഇടുന്നുണ്ട്. ഡൽഹിയിൽ 10 രൂപയ്ക്ക് ഇടുന്ന സമൂസയ്ക്ക് 50 രൂപ. മേക്ക് 80 രൂപ 100 രൂപയ്ക്കാണ്. 10 രൂപ മേക്കാട്ടാ. അപ്പൊ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഴിച്ചു ബിസ്ക്കറ്റ് മേടിക്കാം. അപ്പൊ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് മേടിച്ചു. കുറച്ച് മാഗിയൊക്കെ സ്റ്റോക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മളെ ടോയ്ലറ്റ്. ഇപ്പൊ മൊബൈൽ ചാർജ് ഇല്ല, എന്റെ സിലിയുടെ ചാർജ് ഇല്ല, പവർ ബാങ്കിൽ ചാർജ് കഴിച്ചു, എല്ലാം കഴിച്ചു. എന്നിട്ട് ടോയ്ലറ്റ് പോയിട്ട് ഇവിടെ ടോയ്ലറ്റ് നമുക്ക് കിട്ടി 10 രൂപയ്ക്ക് ഒരാൾക്ക്. എന്നിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ചെയ്യാൻ വെച്ചു. അപ്പൊ അങ്ങനെ വന്നേക്കാണ്. വേണ്ട ഒന്ന് ചൂടുള്ള വേണ്ടിട്ട് ഡ്രസ്സൊക്കെ കഴിച്ചു കേട്ടാ. പിന്നെ കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അതായത് നമ്മളെല്ലാ വീഡിയോയിലും ഫോട്ടോയിലും ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോയിലൊക്കെ നമ്മള് ഈ സെക്ടർ, അതായത് നമ്മള് സെയിം ഡ്രസ്സാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. കാരണം തണുപ്പാണ്. നമ്മള് സെക്ടർ ഇട്ടേ പറ്റുള്ളൂ മുകളില്. അതുകൊണ്ടാണ് നമ്മൾ ലെയർ ഉള്ളിൽ മാറ്റിയതുകൊണ്ട്. പക്ഷെ ഇത് അറിയാൻ പറ്റൂല. നമ്മൾ ഡ്രസ് മാറ്റുന്നുണ്ട് കേട്ടോ. അയ്യോ നല്ല തണുപ്പാണ്. ഇപ്പൊ ഒരു 6 ഡിഗ്രി സെൽഷ്യസാണ്. കുറയും, ഇനിയും കുറയും. ഇവിടെ -ഒക്കെ വരുന്നുണ്ട് രാത്രി. അറിയില്ല, നല്ല തണുപ്പാണ്. എന്തായാലും നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് പല കഴിച്ചിട്ട് ഇവിടെ 2 ബിസ്ക്കറ്റ് മേടിച്ചുകൊണ്ട് അതൊന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. എന്തായാലും വഴിയെ പറയാം. ഫസ്റ്റ് ഫോൺ ചാർജ് ചെയ്യണം. ഫോൺ ചാർജ് ചെയ്യാൻ എവിടെ പോയി ചാർജ് ചെയ്യുന്ന ഒരു പിടുത്തല്ലേ. നോക്കാം, എല്ലാം അപ്ഡേറ്റ് ചെയ്യാടാ. പറ്റുന്ന പോലെ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാം എടുക്കാൻ പറ്റുന്നതല്ല, എനിക്കൊരു പിടുത്തില്ല. ഫോണ് ചാർജ് ഇല്ലാത്തോണ്ടാടാ. ഇനിയിപ്പോ ചാർജ് ചെയ്യാൻ എന്താ വഴിയൊന്നും അറിയില്ല. ഇതാണ് ടോയ്ലറ്റ്. അയ്യോ, ഇവിടെ വലിയ മലയാണ് കേട്ടോ എൻ്റെ മുകളിൽ.
ചുറ്റും വലിയ മലയാണ്. അവിടെ എന്തായാലും വീടും പരിടൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പുറത്തെ ഒരു പാർക്കുണ്ട്, അവിടെ പെയ്ഡാണ് കേട്ടോ. അതായത് 20-30 കൊടുക്കണം. അത് വെറുതെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആകുന്നുണ്ട്. പിന്നെ മൊത്തം ഹോം സ്റ്റേയും പരിപാടിയൊക്കെ ആട്ടോ. അങ്ങോട്ട് പുറത്തോട്ടായാലും മൊത്തം ഹോം സ്റ്റേയും കടകളും ഹോട്ടലുകളും അങ്ങനെയൊക്കെയാണ്. ഇതാ കണ്ടില്ലേ, നമ്മൾ കുറച്ച് അപ്പുറത്തെ കൂടെയാണ് ബസ് ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് നടന്നു. ഇവിടെ ഒരു യമണ്ട മല ഉണ്ട്, യമണ്ട മല. ഓക്കെ, അയ്യോ ഓക്കെ. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. എത്ര ഇങ്ങനെ എടുക്കാൻ പറ്റുന്നൊന്നും ഒരു പെടുത്തില്ല. ശ്രീ എടുക്കുന്നുണ്ട്, പക്ഷെ ശ്രീയുടെ ആയാലും ഫോണിൽ ചാർജില്ല, എൻ്റെലും ഇല്ല. ബാക്കിയെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ബൈ ഗേസ്. ഗേസ് ഇവിടുന്ന് കുറേ കുടിവെള്ള പൈപ്പുകൾ പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ദൂരത്തേക്ക് പോകുന്ന വെള്ളമായിരിക്കും, സോറി പൈപ്പായിരിക്കും. അതായത് മുകളിലേക്കൊക്കെ പോകണമായിരിക്കും കേട്ടോ. ഇവിടുന്ന് 4, 5, 6, 7 ഒരു 10-15 ഉണ്ട്, എണ്ണ പറ്റില്ല ഗേസ്. ഇവിടെ ഏതോ ടൂർ പാക്കേജിൻ്റെ വേണ്ടിയാട്ടോ. അതായത് ഏതോ ടീംസിൻ്റെ ആണ്. ശിവാലയ ഹോം സ്റ്റേ എന്നൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവന്മാരുടെ പാക്കേജ് വേണ്ടി എടുത്തിട്ട് പോകണതാണ്. എന്തായാലും ഫോണിൽ ചാർജ് കുറവാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ വെക്കാണ് കേട്ടോ. ഇതേ അടുത്ത ബോർഡ്, ഇതൊന്നും വെക്കാൻ സമ്മതിക്കില്ല. ദൈവമേ, നടക്കന്നെ മച്ചാ. ഇതെടുത്ത് പോയാലോ മച്ചാ, വണ്ടാരോ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുമോ? ഇത് താക്കോളൊന്നും വേണ്ട, ഇതെന്തെങ്കിലും വയറിനെ മിക്സ് ആക്കിയാൽ മതി. ഏതാ സാധനമൊക്കെയാ. അങ്ങനെ നമ്മള് നടന്നോണ്ട് കേട്ടോ, നമ്മൾ അകത്തോട്ട് കയറി ഒരു 5 മിനിറ്റ് നമ്മളിവിടെ ഇരുന്നു. അതായത് വണ്ടി വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. പിന്നെ റേഞ്ച് പൊക്കോണ്ട് നിൽക്കാണ്. അപ്പൊ അവസാനമായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് പോസ്റ്റ് ഇട്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു റിവറുണ്ട്, തോട്, ചെറിയ തോട്. പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ നല്ല തണുപ്പായി തുടങ്ങി. നമ്മളിനിപ്പോ എത്തിയില്ലെങ്കിലും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോവാന്നിരിക്കണം. ഓക്കെ, അപ്പൊ കാണാം. ഗൈസ് നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ 4-5 പേരുണ്ടായിരുന്നു കേട്ടോ. ചീട്ടടിച്ചുകൊണ്ടിരിക്കുന്നവർ യുനോ. അപ്പോൾ യുനോ അല്ലേ ഇത്? യുനോ ഉണ്ട്. അപ്പോൾ ഒറ്റ നമ്മളെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മൾ നടന്നപ്പോഴേക്കും നമ്മളെ കൂടെ വന്നു. ഞങ്ങളിവന് പേര് കിട്ടും, അർജുൻ, സിയുടെ മുസ്ലിം അർജുൻ. കൊള്ളാം, നല്ല സൈസ് ഉണ്ട്. ഇവനെന്തായാലും നോർമൽ ബ്രീഡ് എല്ലാം ഉണ്ട്, ഏതോ ക്രോസൊക്കെ ആയിരിക്കും. ഇവിടുത്തെ ക്രോസ് ഒന്നാമത് നല്ല വലിപ്പുണ്ടാവും, നല്ല വലിപ്പ്, നല്ല രോമൊക്കെയാണ്. തണുപ്പിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇവരുടെ സ്കിന്നൊക്കെ കിടുവാണ്. എൻ്റെ മോനെ, അയ്യോ, ഒരു 2 കിലോമീറ്ററൊക്കെ ആയിട്ടുള്ളൂ. കയറ്റമാണ് ഗൈസ്. എന്നാൽ പോലും റോഡാണ്, അതുകൊണ്ട് വലിയ സീനൊന്നും വന്നിട്ടില്ല, കയറാൻ പറ്റുന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇപ്പോൾ ഒരാൾ അതിൽ നടന്നു പോകുന്നുണ്ട് താഴോട്ട്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ 5 to 6 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. മാത്രമല്ല കയറ്റമാണെന്ന് പറഞ്ഞു അങ്ങോട്ട്. ഇപ്പോൾ സമയമാണെങ്കിൽ 3 മണി കഴിഞ്ഞു. ഒരു 5 മണിയാകുമ്പോൾ ഇവിടെ ഇരുട്ട് വീഴും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ ഇതൊന്ന് കഴിയണം. മനുഷ്യവാസമുള്ള സ്ഥലം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെങ്കിൽ. അതിനാണ് കുറച്ച് വേഗം നടക്കണേ. അയ്യോ, ഇതായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ലഗേജും ഉണ്ട്. എത്ര ഡ്രസ്സൊക്കെ ഞങ്ങൾ കുറച്ചു. എന്നിട്ട് പോലും ഞങ്ങളെ ഫുഡ് ആക്കാനുള്ള സാധനങ്ങളും ഫുഡും ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അയ്യാ, എന്താ ക്ലിയർ വെള്ളത്തിൻ്റെ അപ്പാ. എന്നിട്ട് നമുക്ക് ടൈമില്ല, അപ്പുറത്തെത്തിയിട്ട് ഇറങ്ങി കാണിക്കാൻ കേട്ടോ. ബായ് കേട്ടോ, ഫോണിൽ ചാർജില്ല കേട്ടോ. നമ്മള് അയ്യോ ഗ്രഹം വില്ലേജ് കയറിക്കൊണ്ട് കേട്ടോ. 2-3 ആൾക്കാർ വന്നു. അത്ര രൂപ തരാം, 400, 200 പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ വെച്ചു എന്തായാലും ഇനി വേണ്ട. കാരണം ഞങ്ങൾക്ക് 400 ഉണ്ടെങ്കിൽ 2 നേരത്തെ ഭക്ഷണം സുഖമായിട്ട് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ മേടിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കത് നല്ലതായിട്ട് തോന്നണില്ല. ഇപ്പം 3:30 കേട്ടോ, സമയം ഇരുട്ടാവാനായി. തണുപ്പ് വരുന്നുണ്ട്. ഞങ്ങൾ ഗ്ലൗ ഇട്ടിട്ടില്ല, ഭയങ്കര തണുപ്പ്. അതായത് ശ്രീ അവിടെ വെള്ളം എടുക്കാൻ പോയേക്കാണ്. ഞങ്ങളുടെ കുപ്പിയിലെ വെള്ളം കഴിഞ്ഞു. അപ്പോൾ അതിന് വെള്ളം ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. 2 ബിസ്ക്കറ്റിൻ്റെ പവറിലാണ് ഗസ് ഞങ്ങൾ ഓടുന്നത്. 20 10 രൂപയുടെ 2 ബിസ്ക്കറ്റ് ആണ് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്.
അയ്യോ ശ്രീ അവിടെ വിഷ്വലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, നല്ല വിഷ്വൽസൊക്കെ. പിന്നെ ഇതിലത്തെ വെള്ളം താഴെയൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടുവരും, പക്ഷെ ഇവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ കുടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണേ. ഒന്നും ആവില്ലായിരിക്കും, നമ്മൾ പിന്നെ അങ്ങനെ കുറേ ചിന്തിച്ചിട്ടൊന്നും നടപടി ആവില്ല. ഇതന്നെ കുടിക്കുന്ന തന്നെ നല്ല തണുപ്പ് വെള്ളമായിരിക്കും, നല്ല തണുത്ത കോൾഡ് വെള്ളം ഗൈസ്. ഇനിയും കുറേ നടക്കാനുണ്ടോ, നമുക്കൊരു 5:30 മണിക്കെങ്കിലും ഒരു 3-4 മണി 4 കിലോമീറ്ററെങ്കിലും കവർ ചെയ്യണമെന്ന് വിചാരിക്കണേ. നോക്കാം എത്ര കവർ ചെയ്യാൻ പറ്റും നോക്കാം. അങ്ങനെ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫോണിൽ ചാർജില്ല. ഇപ്പം ആവശ്യമാണ് അത് കുഴഞ്ഞു പോണു പറയുന്നതൊക്കെ, തണുപ്പ് കാണുന്നുണ്ട്. ഇവിടെ കുറേ വണ്ടികളുണ്ട്. യാ വ്ളോഗറാ नहीं भैया इधर भैया सॉरी. അവിടെ ഇല്ലേ കുറച്ച് പേരുണ്ട് നമ്മളെ വിളിക്കണ്ട അങ്ങോട്ട്, അവിടെ തീയൊക്കെ ആയതുണ്ട്. ഈ വണ്ടിയുടെ ഡ്രൈവേഴ്സാണ്, നമ്മൾ അങ്ങോട്ട് വിളിച്ചു കൊടുക്കാണ്. നമ്മൾക്ക് സമയമില്ല, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്ത് മുടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മൾ മോട്ടർ കയറാൻ ഇനി ഇങ്ങനത്തെ ഉള്ള വഴി കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കുറേ, എന്നാൽ ചാർജും ഇല്ല, പിന്നെ ടയറാണ്, ലഗേജും ഉണ്ട് അത്യാവശ്യം. അയ്യോ എല്ലാം മോളിൽ കാണിച്ചു കേട്ടോ, ചാർജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഓക്കെ ഈ സ്മാർട്ട് ഫോൺ പോലും പിടിക്കാനുള്ള എനർജി ഇല്ല. 2020 ഞാൻ നിൽക്കണത്. പിന്നെ റിവറിലെ വെള്ളം അത് കുഴപ്പമില്ല, 600 അല്ലേ. പക്ഷെ ഇത് കുറച്ച് ടാസ്ക്കാണ് മച്ച. കോപ്പറേറ്റ് അടിക്കുക സീനാവുക, റൊമാൻറ്റിക് ആക്കാൻ എന്ത് ചെയ്യാന്ന് പറയാ. റൊമാൻറ്റിക്കായിട്ട് ഇവന്മാർ വ്ളോഗറാണോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ വിട്ടോടാ ഓക്കെ യെസ് കിട്ടില്ല ഇങ്ങനത്തെ വഴി. ഇവിടെ ഒരു കട ഉണ്ട് കേട്ടോ, ചാവലൊക്കെ കിട്ടും, ചായ കിട്ടും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞങ്ങളതിൽ സാധനങ്ങളുണ്ട്, ചായ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ന് ചായ കുടിക്കുന്നില്ല, സ്കിപ്പ് ചെയ്യുന്നു. അയ്യാ എങ്കടാ അവൻ ഇവിടെ ഒരു പട്ടി ഉണ്ട് കേട്ടോ, ഇവിടുത്തെ ഡോഗാണ്. ഇവിടെ ഞങ്ങൾ ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇനിയിപ്പോ ഒന്നില്ല, ഇവിടെ തന്നെ നിൽക്കണ്. ഒന്നും ചെയ്യൂട്ടോ, ആള് പാവാണ് കണ്ടാ, ചെന്നൈനൊക്കെ പോലുണ്ട്. നാളെ കാണിച്ചാണ് കേസ്. നമ്മള് ടെന്റ് അടിച്ചില്ല, ടെന്റ് സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ശ്രീയുടെ ബ്ലോഗിലുണ്ട് കേട്ടോ. ഫുഡൊക്കെ ആക്കി അയച്ചു, കിടക്കണം കേസ്. നല്ല തണുപ്പുണ്ട്, അതിൻ്റെ കൂടെ ചുമയും ശ്വാസമുട്ടും ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾ കിടക്കാൻ കേട്ടോ, സമയം ഏകദേശം. അപ്പോൾ നാളെ കാണാം. ഫോൺ ചാർജ് വളരെ കുറവാണ്.